ഹായ്, ജേഷീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസും അറിയിക്കണം കേട്ടോ. നിൻ്റെ കയ്യിലേ ഒരു സാധനമുണ്ട്, ഞാൻ ഉണ്ടാക്കിയതാണ്. ഒരു പൗച്ചാണ് ഇത്. ക്രോഷേ ആക്സസറീസ് പൗച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം എങ്ങനെയുണ്ടെന്ന് കാണണ്ടേ? അത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നൊരു പൗച്ചാണ് കേട്ടോ. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സിംഗിൾ ക്രോഷയാണ്, പിന്നെ ഡബിൾ ക്രോഷ്യ. അതാണ് ഇതിൽ ഈ പൗച്ച് ഫുള്ള് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് വളരെ യൂസ്ഫുള്ളാണ്, എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉൾവശം എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണണ്ടേ? അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ വീഡിയോ കാണിക്കാം, ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. പഠിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉൾവശം എങ്ങനെയായിരിക്കും നോക്കാം. അതല്ല നല്ലത്. ഞാൻ ഈ പൗച്ച് ഉണ്ടാക്കാനായിട്ട് ഡിസൈറിൻ്റെ ഗംഗാ വൂളിൻ്റെ ഡിസൈർ അതാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നതൊരു ക്രോഷേ പൗച്ചാണ് കേട്ടോ. ക്രോഷേ പൗച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്രോഷേ ഐറ്റംസ് എല്ലാം ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൗച്ച്. അപ്പോൾ നമുക്കതൊരു ഇത്രയും ലെങ്ത്തിൽ ചെയ്തെടുക്കാം, മനസ്സിലായ? അതായത് ഇതിങ്ങനെ ഒരു 3 ഫോൾഡായിട്ട് വരുന്ന കുറച്ച് നീളത്തിൽ. ഇതിൻ്റെ ഈ കാണിക്കുന്നത് ഇതിൻ്റെ വിഡ്ത്താണ്. കുറച്ച് നീളത്തിൽ ചെയ്തിട്ട് പിന്നെ 3 ഫോൾഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു നീളത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഞാനൊരു 55 ചെയ്യാനിട്ടുണ്ട്, 55 എണ്ണം കേട്ടോ. ഇനി ഇതിൽ നമുക്ക് ഏത് സ്റ്റിച്ച്, നമുക്ക് ഏത് പാറ്റേണിലാണോ തുന്നേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ സിംഗിൾ ക്രോഷ വേണോ, ഡബിൾ ക്രോഷ, ഹാഫ് ഡബിൾ ക്രോഷ, ഏത് വേണമെങ്കിലും ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. പിന്നെ ഹുക്ക് സൈസ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 3mm ക്രോഷയാണ്. അതൊക്കെ നമ്മുടെ സൗകര്യത്തിനും ഇഷ്ടത്തിനനുസരിച്ചൊക്കെ എടുക്കുക. കാരണം അത് വലിയ ഹുക്ക് എടുക്കുമ്പോൾ ഇത് സ്റ്റിച്ചൊക്കെ കുറച്ചും കൂടി വലുതായിട്ട് വരും. ചെറിയ ഹുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് കുറച്ച് ചെറുതായി വരുന്നതായിരിക്കും. അപ്പോൾ ഫുൾ സിംഗിൾ ക്രോഷയിൽ ചെയ്തെടുക്കുക കേട്ടോ. ഈ റോ ചെയ്യുക. പിന്നെ നമുക്കിത് എത്രത്തോളം, ഞാൻ പറഞ്ഞില്ലേ 3 ഫോൾഡിലാണ് വരുന്നത് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എത്ര ലെങ്ത്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്രയും ലെങ്ത്തിൽ ഇത് നെയ്തെടുക്കുക. നമുക്ക് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സിംഗിൾ ക്രോഷേ ചെയ്യാൻ എല്ലാവരും പഠിച്ചിട്ടുള്ളതല്ലേ. ഇതങ്ങനെ ആയി വരും. ഒന്ന് കാണിച്ചു തരാം. ഓരോ സ്റ്റിച്ച് പോയിന്റിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യാം. ഫസ്റ്റ് റോ നമുക്ക് പിടിക്കാനും ഒക്കെ ഒരു ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. സെക്കൻഡ് റോ തൊട്ട് ഈസി ആയിരിക്കാം. കാരണം കുറച്ച് തുന്നി വരുമ്പോൾ നമുക്കൊരു ബേസ് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ അത് ഒതുങ്ങി കിട്ടും. ഇതാ ഫസ്റ്റ് റോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുന്ന് ഇവിടെ ഈ ഫസ്റ്റ് റോ കഴിഞ്ഞു. നമുക്ക് സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇന്ന സൈസ് വലിയ ചെറുതല്ലാതെ ഒരു 4mm ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്ത് പഠിക്കുക. 3.5 അല്ലെങ്കിൽ 4mmൻ്റെ ബുക്ക് എടുത്തിട്ട് പഠിച്ചാൽ മതി. പിന്നെ നല്ല പ്രാക്ടീസ് ആയതിന് ശേഷം മാത്രം ഹുക്ക് മാറ്റിയെടുത്താൽ മതി. എങ്ങനെ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ തുന്നിയെടുക്കാം കേട്ടോ. ഇത് ഇത്രയും വലിപ്പത്തിൽ തുന്നിയിട്ട് കേട്ടോ. ഒരു 30 റോ തുന്നി, 31 ചെയ്തിട്ട് 30 റോ കഴിഞ്ഞിട്ടാണ് ഇനി അടുത്തത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 30 റോ, ഇതിങ്ങനെ എണ്ണി വന്നാൽ 30 റോ ഉണ്ട് കേട്ടോ. ആ 30 റോ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ 31ാമത്തെ റോയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് നമ്മളിവിടെ വന്നിട്ട് പിന്നെ ഓരോന്ന് കുറച്ച് കൊണ്ടുവരിക. ഇത് ഇങ്ങോട്ട് ഈ അറ്റം ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് അങ്ങനെ വരണം. ഭയങ്കര ട്രയാങ്കിൾ അല്ല, എന്നാലും ചെറുതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇനി ഇതിൽ തന്നെ നേരിട്ട് ഇതിൽ തന്നെ തുന്നില്ല. നമ്മൾ ഇതുവരെയ്ക്കും അങ്ങനെ തന്നെ എല്ലാ റോയിലും അങ്ങനെ ഫസ്റ്റ് അങ്ങനെ തുന്നി പോന്നിരുന്നത്.
ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വിട്ടിട്ട് ഇത് ഫസ്റ്റിൽ തുന്നില്ല, അടുത്തതിൽ സിംഗിൾ ക്രോഷ്യ തന്നെ, സെയിം സ്റ്റിച്ച് തന്നെ സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്തിട്ട് അങ്ങനെ പോകും. പിന്നെ ഇവിടെ എത്തുമ്പോഴും ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ തുന്നും. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു പിടിക്കുമ്പോൾ ഇതുപോലെ തന്നെ തിരിച്ചു പിടിച്ചിട്ടാണല്ലോ വീണ്ടും തുന്നി വരിക. അപ്പോൾ തിരിച്ചു പിടിച്ച് തുന്നുമ്പോൾ വീണ്ടും ഈ ഫസ്റ്റിൽ തുന്നില്ല, സെക്കൻഡിൽ തുന്നിയിട്ട് വരിക. അങ്ങനെ അതൊരു കുറച്ചൊരു ട്രയാങ്കിൾ ഷേപ്പിലാവുന്ന രീതിയിലാണ് തുന്നിയെടുക്കുന്നത് കേട്ടോ. നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ചുള്ള വലുപ്പത്തിലൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ മടക്കിയിട്ട് ഇതിങ്ങനെ മടക്കി വീണ്ടും ഒരു ഫ്ലാപ്പ് ഇങ്ങോട്ട് വരുന്ന വിധത്തിലാണ് ഇത് ഉണ്ടാക്കി വരുന്നത്. ഇവിടെ നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ എല്ലാം തുന്നിയെടുത്തില്ലേ, ഇനി ഇവിടെ ഈ സൈഡ് ഇങ്ങനെ വരുന്ന വശത്ത് നിന്ന് നമ്മൾ ഇതുപോലെ ആയിരിക്കും അവിടെ ഒരു അത് ചെയ്ത് വരുമ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ മടക്കി ഇങ്ങനെയാണ് ഇത് വരിക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ സൈഡ് കണ്ടോ, ഇതിങ്ങനെ തുന്നി പോരുമ്പോൾ ഇങ്ങനെയാവുക. നമ്മളിവിടെ ഒരെണ്ണം കുറച്ച് കൊണ്ടുവന്നുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ ഈ സൈഡ് ഇങ്ങനെയാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനും ഈ അരിക് കറക്റ്റ് ചെയ്യാനും, അരികൊക്കെ ഓക്കെ തന്നെയാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. നമ്മൾ തുന്നി വരുമ്പോൾ അരികെല്ലാം ഒരുപോലെ തന്നെ ഇരിക്കും, ഒന്നും വിഷയമൊന്നും ആവില്ല. പക്ഷെ എന്നാലും നമുക്കൊരു ബോർഡർ കൊടുക്കാൻ ഇവിടെയൊക്കെ ഈ അരികൊക്കെ കറക്റ്റാക്കി വരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ മൊത്തത്തിൽ ഒരു സിംഗിൾ ക്രോഷ്യ നമുക്ക് കൊടുക്കാം. കണ്ടതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് തുന്നി കിട്ടുക നമുക്ക്. ലൈൻ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് സിംഗിൾ ക്രോഷ്യ ഈ ബോർഡറിൽ കൂടെ കൊടുക്കണം. അപ്പം നാല് സൈഡും വരുന്നില്ല, ഈ ഭാഗത്ത് വരുന്നില്ല, ഈ ഭാഗത്ത് സിംഗിൾ ക്രോഷ്യ ഈ ക്രീമിൽ ചെയ്യുന്നില്ല, വേറെ കളർ കൊടുക്കുമ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ലൈനും കൂടിയും സിംഗിൾ ക്രോഷ്യ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഇത് ചെയ്ത് പോവാണ്. മനസ്സിലായില്ലേ? സിംഗിൾ ക്രോഷ്യ ഇപ്പോൾ ഇതുവരെ ചെയ്ത് തരുന്നത് തന്നെയാണ്, പക്ഷെ അത് നമ്മൾ എല്ലാവരും 4 പുറവും കൊടുക്കുന്നെന്ന് മാത്രം. 4 ഭാഗമില്ല, ഫ്രണ്ടിലത്തെ ആ ഫ്ലാപ്പ് വരുന്ന വശം കൊടുക്കുന്നില്ല. ബാക്കി എല്ലായിടത്തും ഈ സെയിം കളർ തന്നെ, ഏത് കളറിലാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആ കളർ തന്നെ എല്ലായിടത്തും കൊടുക്കുക. അപ്പം ഞാൻ ബോർഡറൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ, സിംഗിൾ ക്രോഷ്യാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗം ഇതാണ്, ഇതിവിടെ ഒരു അറയുണ്ടാക്കുകയാണ്. പിന്നെ ഇത് വേറൊന്ന്. ഇപ്പോൾ ഇതൊക്കെ ഡബിൾ ക്രോഷ്യയിൽ ആണ് തുന്നിയിട്ടുള്ളത്. കണ്ടോ, ഡബിൾ ക്രോഷ്യയാണ് അത് ചെയ്തിട്ടുള്ളത്. ഇവിടെ അതേ ഡബിൾ ക്രോഷ്യയിലാണ് ഈ ഹാർട്ടും ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് കേട്ടോ അതിൻ്റെ റൈറ്റ് സൈഡ്. അങ്ങനെ വയ്ക്കും സ്ക്വയറായിട്ട്. വേണ്ടോ, ഇതിങ്ങനൊരു പൗച്ചാണ്. ഇതിപ്പോൾ ഇത്രയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിനി ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഈ ക്രോഷ്യൊക്കെ ഇങ്ങനെ ഇതിൽ സൂക്ഷിക്കാനുള്ള ഇതാണ്. അത് ഒരു 4 കോളമാക്കി മാറ്റണം. ഇതൊക്കെ ഓരോ പീസാക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ ഇതൊരു പീസ് നമ്മൾ ഉണ്ടാക്കിയല്ലോ, അതേപോലെ ഏത് പാറ്റേണിൽ വേണമെങ്കിൽ. ഇപ്പോൾ ഇതെല്ലാം ഞാൻ സിംഗിൾ ക്രോഷ്യയിലാണ് ചെയ്തത്, ഇത് ഡബിൾ ക്രോഷ്യയിൽ ചെയ്തെടുത്തു. അപ്പോൾ ഇത് സിംഗിൾ ക്രോഷ്യയിലോ ഹാഫ് ഡബിൾ ക്രോഷ്യയിലോ എങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. എനിക്ക് ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മളിവിടെ ഈ വേറൊരു ത്രെഡ് കൊണ്ട് ഇതിപ്പോൾ ഞാൻ ഇത് ഗ്രേയും ഇത് ക്രീമും ആയപ്പോൾ ഇവിടെ അടിയിൽ കൊടുക്കുന്ന സെയിം തന്നെ കളറിൽ തന്നെ ഇവിടെയും ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോഴേ അത് ബാക്കിലേക്ക് ഇങ്ങനെ കാണും. ഇതിപ്പോൾ ക്രീം ത്രെഡിന് എടുത്ത കാരണം ഇവിടെ ഇത് ഒട്ടും വിസിബിൾ അല്ല, ഇത് എന്താണ് ഇവിടെ ചെയ്തിരിക്കണമെന്ന്. ആ സമയം ഗ്രേ ആണ് എടുത്തിരിക്കുന്നത് വെച്ചാൽ ഇവിടെ ഇത് കാണും. ഇതെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. എന്നിട്ട് നമ്മളിത് എത്ര നീളത്തിലാണോ, ഞാനിപ്പോൾ ഇത് ഈ ഒരു നീളം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അത്ര നീളത്തിൽ ഒരു പീസ് ഒരു 3 വരി നമുക്ക് ഞാൻ ഇതെല്ലാം ഡബിൾ ക്രോഷ്യ ചെയ്തതുകൊണ്ട് അതും ഡബിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ 25 ചെയിൻ ഇട്ടിട്ട് ആണ് ഞാനിപ്പോൾ ഈ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത് കേട്ടോ. കാണുമ്പോൾ സംഭവം ചെറിയൊരു ഇതാണ്, ഈ പൗച്ച് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് തോന്നും,
പക്ഷെ അത്ര സിമ്പിളല്ല അത്, കുറച്ച് വർക്കുണ്ട്. കാരണം കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്നിങ്ങനെ ഒന്നിച്ചുള്ള ഒരു പാറ്റേണിൽ എന്തെങ്കിലും തുന്നി പോവുകയാണെങ്കിൽ ഈസിയാണ്, കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതാകുമ്പോൾ കുറേ ചെറിയ പീസുകളും ഒക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി ജോയിൻ ചെയ്ത് വരുമ്പോഴേ അത് ഒത്തിരി മെനക്കെട് പിടിച്ച പണിയാണ്. ക്രോഷേ ചെയ്യാൻ താല്പര്യം, അത് നന്നായി പഠിച്ചവരും ഒന്നും അതൊരു നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ, അങ്ങനൊരു സാധനം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹത്തിലുണ്ടാക്കുമ്പോൾ പിന്നെ അതൊന്നും ഒരു വിഷയമല്ല. ഇത് ഞാൻ ഒന്നിടവിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ഇങ്ങനെ ആണ്, സ്ക്വയറായിട്ട്. പക്ഷേ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ. കാരണം അപ്പോഴാണ് ഈ റോ നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ ജോയിൻറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യുന്നു മാത്രം. ഇങ്ങനെ നടുവിൽ മാത്രം സ്കിപ്പ് ചെയ്ത് പോവുക, അടുത്തതെല്ലാം സെയിം ഒരേ എല്ലാറ്റിലും ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ ഈ റോയുടെ കഴിഞ്ഞു, ഇവിടെ അവസാനിപ്പിക്കണം. കണ്ടോ ഇതിങ്ങനെ ഈ പീസ് ഇവിടെ വയ്ക്കും. അങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തതാണ് ഇതെല്ലാം. ഈ പീസിൽ നിന്ന് നമുക്ക് ഇവിടെ അങ്ങനെ തുന്നി പിടിപ്പിക്കാം, ഇതിനിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാണ്. എന്നിട്ട് ഇതിങ്ങനെ ഇവിടെ ജോയിൻ ചെയ്ത് ഇങ്ങനെ പോവുക. ഓക്കെ, ഇതിങ്ങനെ തുന്നി കണ്ടോ, ഇപ്പോൾ ഒരു ഡിസൈനായിട്ട് വരുന്ന കണ്ടല്ലേ ആയിരിക്കും. ഇങ്ങനെ ഫുള്ള് തുന്നിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ തുന്നി കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഇതിനെയാണ് ഇവിടെ അറ്റാച്ച് ചെയ്യേണ്ടത്. അതോടെ കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇതിപ്പോൾ ഞാനിവിടെ ഫുള്ള് ജോയിൻറ്റ് ചെയ്തെടുത്തു, 3 സൈഡും ജോയിൻ ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഓരോ റാക്ക് ഇങ്ങനെ ഉണ്ട്, ഓരോ ആറുകൾ വേണം ഇതിങ്ങനെ വയ്ക്കാനായിട്ട്. അതിനുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ റണ്ണിങ് സ്റ്റിച്ചിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് 1 2 3 ഡബിൾ ക്രോഷേ ഇട്ടിട്ട് അങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. 1 2 3 ഇവിടെ എത്തുന്നു, അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഇത് ടൈറ്റ് ചെയ്യൊന്നും വേണ്ട, ടൈറ്റ് ചെയ്താൽ അവിടെ ഇങ്ങനെ ചുരുങ്ങി വരും. അപ്പോൾ ടൈറ്റ് ചെയ്യാതെ തുന്നാം. ഇപ്പം ഞാനിവിടെ എല്ലാ പീസും ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാതും നമ്മളിവിടെ ഓരോന്നായിട്ട് ആദ്യം ചെയ്തെല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാം നല്ല നീറ്റായി ചെയ്തിട്ടുണ്ട്. ഇതൊരു ബട്ടൺ എഫക്റ്റാണ് നമുക്ക് തരുന്നത്. ഒരു സിംഗിൾ ക്രോഷയിൽ ചുറ്റി ഒരു 8 സിംഗിൾ ക്രോഷേ ചെയ്താണത്. അത് സ്റ്റിച്ചസ് പഠിച്ചവർക്കെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സംഗതിയാണ്. കുറച്ചൊരു മെനക്കെടുണ്ട്, കുറച്ച് ടൈം ഇതിന് വേണം. പക്ഷേ നല്ല രസമായിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് സംഭവം. കണ്ടോ, ഇത് പിന്നെ നമുക്ക് ഈ ഇത് വയ്ക്കാനായിട്ട് എന്താ പറയുക, സ്റ്റിച്ച് മാർക്ക് വയ്ക്കാനായിട്ട് ഉള്ളത്. ഇതിൽ ഓരോ സാധനങ്ങൾ ടേപ്പായിട്ടും ഓരോ സാധനങ്ങൾ ഇട്ട് വയ്ക്കാം. ഇതിലും സിസേഴ്സ് വയ്ക്കാം. പിന്നെ ഇത് ഈ പൗച്ച് കണ്ടോ, ഇങ്ങനെ ഇത് റണ്ണിങ് സ്റ്റിച്ചിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിലും ഓരോന്നോരോന്ന് ഇറക്കി വയ്ക്കാം നമുക്ക്. അപ്പോൾ എല്ലാ പീസും ഞാനതിൽ അറ്റാച്ച് ചെയ്തു, ഭംഗിയായിട്ടില്ലേ. പിന്നെ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് നമുക്കിവിടെ ഫോൾഡ് ചെയ്ത് ഇവിടെ ഒരു ഫ്ലാപ്പായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഒന്നും നമ്മൾ
ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എത്രയേ ഉള്ളൂ. ഭംഗിയായില്ലേ? നല്ല ക്യൂട്ടായിട്ടില്ലേ? ഇവിടെ ബാക്കിൽ ഒന്നുമില്ല. അപ്പോൾ അത് ചെയ്യുമ്പോൾ വളരെ നീറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇവിടെ തുന്നി നേരത്തെ ബാക്കി വന്നിട്ടുള്ള ത്രെഡാണ്. അപ്പോൾ അത് ഒറ്റി കൊടുത്തു. ഓക്കെ, പിന്നെ നമ്മൾ ഈ എൻഡിൽ ഇത് ചുറ്റി കെട്ടാനായിട്ട് നമുക്ക് ഒരു എന്താ പറയുക, ഒരു ചെയിൻ വേണ്ടേ? ഏതെങ്കിലും നൂല് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വെട്ടി കൊടുക്കുക കേട്ടോ. നമ്മൾ ഇത് ചെയ്ത് അവസാനിച്ചതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ ഒന്ന് വെട്ടി കൊടുത്താൽ മതി. എല്ലാം ആദ്യമേ ഉള്ളിലേക്കൊക്കെ വലിച്ച് ഇടണം കേട്ടോ. ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇങ്ങനൊരു ചെയിൻ ഇടുക. അതായത് നമുക്കിത് മടക്കേണ്ട ഭാഗം നോക്കിയിട്ട് ചെയിൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. മടക്കണം, ഒന്ന് ചുറ്റി വരണം, എന്നിട്ട് ഇങ്ങനെ കെട്ടാൻ പാകത്തിന് നോക്കിയിട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഹാർട്ട് ഉണ്ടാക്കുന്നത് മുന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ അത് അറിയാത്തവർ, ഹാർട്ട് ഉണ്ടാക്കാൻ അറിയാത്തവർ അതിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഹാർട്ട് ഉണ്ടാക്കുന്നതുണ്ട്. ഹാർട്ട്, ഫ്ലവർ, ലീഫ് എല്ലാം ഉണ്ടാക്കുന്നതുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഹാർട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായോ? ഇനി ഇതെങ്ങനെയാണ്, ഇതിൻ്റെ ലാസ്റ്റ് എങ്ങനെയാന്ന് കാണണ്ടേ? കണ്ട, നല്ല ഭംഗിയില്ലേ? ഇതിൽ നമുക്ക് എല്ലാ സാധനങ്ങളും വെക്കാം. ക്രോഷ്യയുടെ എല്ലാ ഐറ്റംസും ഇതിൽ നമുക്ക് വെക്കാം. അത് മാത്രമല്ല, കുട്ടികൾക്ക് പെൻസിൽ പൗച്ചായിട്ടും എല്ലാം ഉപയോഗിക്കാം നമുക്ക്. ഇതിൻ്റെ ഓരോ അറകളിലും ആയിട്ട് ഓരോ സാധനങ്ങൾ വെക്കാം. കണ്ടോ, ഇത് ഇവിടെ ഇങ്ങനെ ഒരു അറ, പിന്നെ അത് ഇവിടെ, പിന്നെ ഇത് നമ്മുടെ സ്റ്റിച്ച് മാർക്കറൊക്കെ വെക്കാനായിട്ട്. ഇതിൽ ഓരോന്നിലും ഓരോ കള്ളികളാണ്. അതിൽ നമുക്ക് ക്രോഷ്യ ഹുക്ക് വെക്കാം. അപ്പോൾ നല്ല ഭംഗിയാണിത്. ഞാൻ ഇതെല്ലാം വെച്ചിട്ട് കാണിക്കാം കേട്ടോ. ക്രോഷ്യയുടെ ഓരോ സാധനങ്ങളായിട്ട് ഞാനിതിൽ വെച്ച് കാണിച്ചു തരാം കേട്ടോ. വേണ്ട, ഈ റാക്കിൽ നമുക്ക് ഇത് ഇങ്ങനെ ഇത് വയ്ക്കാം. പിന്നെ കുട്ടികളുടെ പെൻസിലാണെങ്കിൽ പെൻസിൽ വയ്ക്കാം, പെന്ന് വയ്ക്കാം. ഒക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണത്. ഭംഗിയില്ലേ? പിന്നെ നമ്മുടെ സ്റ്റിച്ച് മാർക്കറൊക്കെ വെച്ചിരിക്കുക കേട്ടോ. ഇതിലിങ്ങനെ കൊളുത്തിയിടാം നമുക്ക്. നല്ല ഭംഗിയുള്ളൊരു സംഭവം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, നിറയെ പെന്നല്ല, ക്രോഷ്യ ഹുക്സ്, നമ്മുടെ സ്റ്റിച്ച് മാർക്കേഴ്സ്, പിന്നെ ഇതിലുണ്ട് ഇതിൻ്റെ ടേപ്പും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇതൊരു കുഞ്ഞു ഫ്ലവർ പോലെ ഇരിക്കുന്ന കണ്ടില്ലേ? അപ്പോൾ ഇത് തുറക്കുക. ഇതൊക്കെ എല്ലാം ഓരോ പീസായിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ്. അത് മേക്കിംഗ് വീഡിയോയിലുണ്ട്. ഇതിൽ
ഇതിങ്ങനെ ഈ ടാപ്പ് ഇതിൽ വെക്കാം. ഇത് റോ കൗണ്ട് ചെയ്യുന്നതാണ്. അത് വെച്ച് നമുക്കിത് ഇങ്ങനെ, ഇതൊരു ബട്ടണിൻ്റെ എഫക്റ്റാണ്, ഭംഗിയായിട്ടില്ലേ. പിന്നെ ഇതിലത് ചെറിയൊരു സിസേഴ്സാണ്. ഇതെല്ലാം ഇതിൽ വയ്ക്കാം. അപ്പോൾ അതായി. പിന്നെ ഈ സ്റ്റിച്ച് മാർക്കർ കോർത്തിടാം. ഇത് ഓരോ ക്രോഷ്യ ഹുക്ക് ഓരോന്നായിട്ട് നമുക്കിതിൽ വയ്ക്കാം. വളരെ ക്യൂട്ടായിട്ടിരിക്കുന്നില്ലേ? അത് രസമുണ്ട് അല്ലേ? എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾക്കും ഇഷ്ടമായി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസ് അറിയണം കേട്ടോ. വീഡിയോ കണ്ടുപോകുമ്പോൾ ഒന്ന് ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതാ ഇതെങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് മടക്കാം. കഴിഞ്ഞ് ഇത് ഇങ്ങനെയും മടക്കാം. ഒരു മഞ്ഞള പുളിസ. ഇതിൻ്റെ ബാക്ക് വശം കണ്ടോ? ബാക്ക് വശം എങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇവിടെ വേറെ ഡിസൈനൊന്നും കൊടുത്തിട്ടില്ല. ഇങ്ങനെ മടക്കുന്നു, ഇങ്ങോട്ട് മടക്കുന്നു, പിന്നെ ഇതുകൊണ്ട് ചുറ്റിക്കെട്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ. കുട്ടികൾക്ക് പെൻസിൽ ബോക്സായിട്ട് ഉപയോഗിക്കാം, വളരെ ഭംഗിയാണ്. അപ്പോൾ ഇതിന് പകരം ഫ്ലവറോ ലീഫോ എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കി വയ്ക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഓക്കെ, ബൈ.